അക്ഷരപ്പുലരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ റസീന. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഹിന്ദധാർ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 2026 പുസ്തക ശേഖരണത്തിൽ ഹിന്ദധാർ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പുസ്തക വായനയും അതിൻ്റെ വിസ്തീർണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ മറ്റൊരു പുതിയ പുസ്തകവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട്, മുമ്പിലത്തെ എപ്പിസോഡിലെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ എനിക്ക് കോളേജ് കാലഘട്ടം മുതലേ അറിയാം, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതലേ അറിയാം. ആ സമയം മുതലേ നീ ചെറുതും വലുതുമായി ഓരോ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. നീ ഇത്രയും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇതൊക്കെ നിനക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഇതൊക്കെ നിൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ശരിക്കും സ്ട്രക്കായി. അപ്പം ഞാൻ വീണ്ടും ബാക്കിലോട്ട് പോയി. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഏറെക്കുറെ. അപ്പോൾ ശരിക്കും നമുക്കൊക്കെ ഉള്ളൊരു ചോദ്യമാണല്ലേ, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ എന്നുള്ളത്. അതിന് ഞാൻ ചെയ്യുന്നൊരു ചെറിയ ട്രിക്ക് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കാം. ഓക്കെ? അതല്ലാതെ നമ്മൾ സാധാരണ ഒരു മലയാളികൾ 80-90 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരു സാധാരണ മലയാളികൾ, എനിക്ക് തോന്നുന്നു വായിച്ചു തുടങ്ങുന്നതൊക്കെ നമ്മുടെ സ്കൂളിലെ മലയാള സെക്കൻഡ് പാഠപുസ്തകങ്ങൾ വെച്ചിട്ടാവും അല്ലേ? പാത്തുമ്മയുടെ ആട്, ദൈവത്തിൻ്റെ കുപ്പായം, ഈ കഥകളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കില്ല. ചില കഥകൾ അങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ചതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കും. ആടുജീവിതം, അതേപോലെ മഞ്ഞ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ നമ്മുടെ പുസ്തകത്തിൽ തന്നെ വന്നിട്ടുണ്ടാവും. കാളിന്തി മർദ്ദനം, കവിതകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കൊത്തിയിട്ടതുപോലെ ഇന്നും നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ വരികൾ കേൾക്കുമ്പം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പം നമ്മളറിയാതെ നമ്മൾ ഓർത്തു പോകും അല്ലേ? അങ്ങനെ ഓർമ്മകൾക്ക് അത്രയും പവർഫുള്ളായൊരു ശക്തിയുണ്ട്. ചില കാര്യത്തിൽ ഓർമ്മ ചിലപ്പോൾ ശാപവുമാണ്, ചിലപ്പോൾ അനുഗ്രഹവുമാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബാഷോ ബുക്സാണ്. ഈ 2025 ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ജെസ്സി മെറൂഫാണ് എഴുതിയിരിക്കുന്നത്. ആൾ ഒരുപാട് വർഷമായി ഇവിടെ UAE പ്രവാസിയാണ്. അബുദാബി എഡ്നോക്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായ ഒരു ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. ആളുടെ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഒരുപാട് പുസ്തകങ്ങൾ ഭ്രാന്തമായി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും ഭ്രാന്തമായി വായിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പുസ്തകം, ഒരാളുടെ അക്ഷരങ്ങൾ വായിക്കാൻ എനിക്കൊരു അവസരം കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ജെസ്സിയെ സംബന്ധിച്ചിടത്തോളം കാണുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ജോണറുകളൊക്കെ അവൾ വാങ്ങി ശേഖരിച്ച് വെക്കും. അത് നാട്ടിൽ നിന്ന് വരുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവാസി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളാണ് കൊണ്ടുവരിക. ജെസ്സിയെ അടുത്തറിയുന്നവർക്കറിയാം, അവൾ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരുന്നത് കെട്ടുകണക്കിന് പുസ്തകങ്ങളാണ്. അത്രമേൽ പുസ്തകത്തിനോട് ഇഷ്ടമുള്ള ഒരാളാണ് ജെസ്സി. ജെസ്സിയുടെ ഈ പുസ്തകം വളരെ ചെറിയൊരു കഥാസമാഹാരമാണ്. 20 കഥകൾ അടങ്ങിയിരിക്കുന്ന ഒരു സമാഹാരം, ഒരു കുഞ്ഞു സമാഹാരം. പക്ഷേ ആദ്യമായി ഒരു വായനയിലേക്ക് വരുന്ന ആർക്കും, ചെറിയൊരു കുട്ടികൾക്ക് പോലും വായിക്കാൻ, നമുക്ക് വളരെ ലളിതമായി വായിക്കാൻ, അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ ചിരിച്ചുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഓർമ്മപ്പച്ച, ദ ഗ്രീൻ മെമ്മറീസ്. ശരിക്കും ഓർമ്മകൾക്ക് എന്നും പച്ച നിറമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് ദുഃഖമുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, കുറ്റബോധമുണ്ടാവും, നീറ്റലുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ, ആ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അതെന്നും പച്ചപ്പുള്ള ഓരോ ഓർമ്മകളാണ്, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തവ. അങ്ങനെ കുറേ നല്ല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു പുസ്തകമാണ് ഓർമ്മപ്പച്ച. ജീവിതത്തിൽ വെറുതെ കിട്ടിയാലും ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാൻ ധൈര്യം കാണിക്കണം, പ്രത്യേകിച്ച് അത് നമുക്ക് അധ്വാനിച്ച് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ. ശരിക്കും ഈ വരി വായിക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തമാശ രീതിയിൽ പറയാൻ കേട്ടോ, നമ്മൾ ഈ മോളുകളിലും അതേപോലെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂപ്പണൊക്കെ എഴുതിയിടും അല്ലേ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എന്നോട് എപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നൊരു കാര്യമുണ്ട്, ആരെന്ത് തന്നെ വെറുതെ കൊണ്ട് വിളിച്ചാലും പോയി തല വെച്ച് കൊടുക്കരുത്. സത്യമാണ്. കാരണം നമുക്ക് ആരും ഇന്നത്തെ കാലത്ത് ഒന്നും വെറുതെ തരില്ല. അതിൻ്റെ ബാക്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്കൊരു മോട്ടീവ് ഉണ്ടാവും അല്ലേ? ഈ വരികൾ എന്നെ കൊണ്ടുപോകുന്നത്, ചെറിയ 2 വരിയാണിത്, പക്ഷേ ഇതെന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ഒരുപാട് ഓർമ്മകളിലേക്കാണ്. ഇതിൽ വളരെ വളരെ പവർഫുള്ളായൊരു മെസ്സേജും കൂടിയുണ്ട്. ജീവിതത്തിൽ എന്ത് വെറുതെ കിട്ടിയാലും നമ്മൾ കൈനീട്ടി വാങ്ങരുത്, പ്രത്യേകിച്ച് അത് നമുക്ക് അധ്വാനിച്ച് നേടാൻ കഴിയുന്നതാണെങ്കിൽ. നമുക്ക് ഒരു സമയത്ത് നമുക്ക് അധ്വാനിച്ച് നേടാൻ പറ്റും,
അത് നമുക്ക് ചെറിയ ജോലി എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അധ്വാനിച്ച്, അതിപ്പോൾ ചില സമയം ഒരു ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പായിരിക്കാം, എന്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ട് നമ്മളത് വാങ്ങുമ്പോൾ, നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെവൽ ഇറ്റ്സ് വേറെ ലെവലാണ്. ഇതിൽ മറ്റൊരു കോട്ടുണ്ട്, അത് നമ്മുടെ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളതാണ്, പല ഇൻ്റർവ്യൂകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നോ അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയേക്കാം, പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം ഐ ആം ഡിഫറെൻറ്റ്. ഇത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റിയൊരു സെൻറ്റൻസ് ആയിരിക്കും. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ, ഇത് ചെറിയൊരു വരികളാണ്, മഞ്ജു വാര്യർ സാധാരണമായി പറഞ്ഞ ഒരു വരിയാണ്. പക്ഷെ അവരത് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ഓർമ്മകളിലൂടെ അതിനെ കൊണ്ടുപോയി കണക്റ്റ് ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഓർമ്മകളെന്നും മധുരമുള്ള ഒരു സ്വപ്നം പോലെയാണ് നമുക്ക്. നമ്മൾ ജീവിച്ച് തീർത്ത കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ചെറിയൊരു മിന്നായം പോലെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് അത് തിരിച്ചു വരും. അത്രയും പവർഫുള്ളാണ് ഓർമ്മകൾ. ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ എന്താണോ ഈ കഥാകാരിയെ പ്രേരിപ്പിച്ചത്, അതിലേക്ക് ആദ്യം കഥാകാരി തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് എഴുത്തുകൾ എഴുതി പെട്ടിയിൽ പൂട്ടി വെച്ചപ്പോൾ ഈ ഓർമ്മകളെല്ലാം പുറലോകം കാണണം, അല്ലെങ്കിൽ എൻ്റെ എഴുത്തിലൂടെ ഓർമ്മകളെ എനിക്ക് തന്നെ പൊടിതട്ടി എടുക്കണം എന്ന് ഒരു പക്ഷേ കഥാകാരി വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഓരോ കഥകളും നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓർമ്മകൾ, നമ്മൾ സഞ്ചരിച്ച വഴികളും നമ്മൾ പോയ ബസ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ കഥയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഇന്നത്തെ ജനറേഷൻ, ഈ ജെൻസി പിള്ളേർക്ക് ഒരു പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ലോട്ട്സ് ഓഫ് മെമ്മറീസ് ബട്ട് നോ എവിഡൻസ്. നമ്മുടെ 90 കാലഘട്ടങ്ങളിലുള്ളവർക്കായിരിക്കും ഒരുപാട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ പുഴയിൽ ചാടിയതും, മരത്തിൽ കയറി മാങ്ങ പരിച്ചതും, അപ്പുറത്തെ പറമ്പിൽ കയറി എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചതും, സ്കൂളിൽ നടന്നു പോയതും, ഇതൊക്കെ നമ്മുടെ ഓർമ്മകളാണ്. പക്ഷെ നമുക്കിതിനൊന്നും എവിഡൻസ് ഇല്ല. ആരോടെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ കഥകൾ പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അവരൊരു പൂ ആണെങ്കിലും അതൊരു ക്ലിക്കാണ്, അത് ക്ലിക്ക് ചെയ്ത് അത് സ്നാപ്പാണെന്ന്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് എവിഡൻസ് ഉണ്ട്. പക്ഷേ അവർക്കത് അനുഭവിച്ചിട്ടാണോ അവരാ കാര്യങ്ങൾ, അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു എവിഡൻസ് പോലെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ മെമ്മറീസ് എത്രത്തോളം അവർക്കുണ്ട് എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇന്നത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ എന്താണോ കണ്ടത്, നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ എന്താണോ കണ്ടത് എന്നത് കഥയിലൂടെ നമുക്ക് വിവരിക്കാൻ പറ്റുമെങ്കിൽ, ആ കഥ വായിക്കുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടികൾക്ക് ഇങ്ങനെയും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കപ്പെടുന്നത് വളരെ അഭിമാനകരമാണ്. ഇതിൽ കഥാകാരി പറയുന്നുണ്ട്, വായനയോട് ഭ്രമമുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും എൻ്റെതായ ഒരു പുസ്തകം എഴുതണം എന്നത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. പെട്ടെന്ന് അടയാളപ്പെടുത്താൻ കഴിയുന്നതും എന്നാൽ കേൾക്കാൻ മന്ദഗതിയുള്ളതുമായ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല. ഇന്ന് ആർക്കും ആരോടും ഒന്നും പറയാൻ നേരമില്ല. കാരണം നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ, എൻ്റെ മക്കളൊക്കെ ഗൂഗിളിൽ എന്തെങ്കിലും ഞാനൊന്ന് ഡൗട്ട് ചോദിക്കാൻ പറഞ്ഞാൽ വോയിസ് ക്ലിപ്പാണ്, അത് ടൈപ്പ് ചെയ്ത് ആ ഒരു പേഷ്യൻസ് കാണിക്കാനുള്ളൊരു സമയം പോലും ഇന്നത്തെ തലമുറയ്ക്കില്ല. അങ്ങനെയുള്ള ഒരു തലമുറയിൽ പുസ്തകം എടുത്ത് വായിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ആ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിലേക്ക് പോകാൻ വേണ്ടി കഥാകാരി നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അവൾ പരിപൂർണമായി വിജയം കൈവരിച്ചിട്ടുമുണ്ട്. മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ സങ്കടത്തെക്കാളും ഇല്ലാത്ത സന്തോഷമുണ്ടാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം 2 വരിയിൽ വളരെ ഭംഗിയായി ജെസ്സി പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇത് 20 കഥകളടങ്ങുന്ന ഒരു സമാഹാരം മാത്രമാണ്. ഇതിൻ്റെ എല്ലാ കഥകളിലൂടെയും ഞാൻ പോകുന്നില്ലെങ്കിലും ഈ പുസ്തകം എന്ന് പറയുന്നത്, ഓർമ്മ പച്ച എന്ന് പറയുന്നത്, പഴയ ഒരു കത്ത് നമ്മൾക്ക് കുറേ കാലത്തിന് ശേഷം കിട്ടിയാൽ നമ്മൾ ആ കത്ത് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾക്ക് ആ കത്ത് വായിക്കുമ്പോൾ അന്ന് നമ്മൾ നടന്ന സംഭവങ്ങൾ നമ്മൾ ചിരിയോടെ ഓർമ്മിക്കും, ചിലത് വേദനയോടെ ഓർമ്മിക്കും. അങ്ങനെ ഒരു കത്ത് തുറന്നൊരു അനുഭൂതിയായിരുന്നു എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ. ഇതിലെ ആദ്യത്തെ കഥ കുട്ടിക്കാലം എന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും ജീവിത തിരക്കുകളുടെ ഇടയിലൂടെയും
പല കാലപ്പഴക്കത്തിൻ്റെയും മങ്ങാതെ നിൽക്കുന്ന ഓർമ്മകളിൽ നമ്മൾ ഒരിക്കലും, ഏതൊരു മനുഷ്യനും ഒരിക്കലും മറക്കാത്തൊരു കാലഘട്ടമാണ് കുട്ടിക്കാലം. ഇന്നത്തെ ജനറേഷൻ ആയാൽ പോലും അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്കറിഞ്ഞിടത്തോളം ഇന്ന് ഇപ്പം നമ്മളൊക്കെ UAE ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ കുട്ടികൾ 4 ചുമരുകൾക്കുള്ളിൽ ടാബിലും റിമോട്ട് കൺട്രോളിലും TVയിലും ഒക്കെ മറഞ്ഞു പോകുമ്പോൾ, ഇന്ന് നാട്ടിലേക്ക് നമ്മൾ പോയാലും നാട്ടിലെ വീടുകളിലും നമ്മൾ കാണുന്നത് ഗേറ്റ് പൂട്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തി, വീട്ടിൻ്റെ ഉള്ളിൽ ആ മുറ്റത്ത് പോലും ഇറങ്ങാൻ സമ്മതിക്കാതെ ബാല്യം നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓർക്കും, നമ്മുടെ ബാല്യകാലം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ കുട്ടിക്കാലമൊക്കെ എന്ത് മനോഹരമാണ്. നമ്മൾ ആ അയൽവാസിയായ മക്കളൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് നമ്മൾ സൈക്കിൾ ഓട്ടിക്കാൻ പോവും, മാങ്ങ പറിക്കാൻ പോവും, പുഴയിലൂടെ എന്താ പറയുക തോർത്ത് പറിച്ച് മീൻ പിടിക്കാൻ പോവും അല്ലേ. ആ ഒരു കുട്ടിക്കാലമൊക്കെ നമുക്ക് തന്ന ഒരു കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടല്ലോ, ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത കഥയിൽ പറയുന്നത് മാതാപിതാക്കളാണ്. ഏതൊരു കുട്ടിക്കാലം മനോഹരമാക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. നമ്മുടെ കൈപിടിച്ച് കയറ്റാൻ, വളരെ മനോഹരമായി നമ്മളെ കുട്ടിക്കാലത്തെ മോൾഡ് ചെയ്തെടുക്കാൻ ഒരു മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ അതിനോളം മനോഹരമായ ഒരു കുട്ടിക്കാലം വേറെ ഉണ്ടാവില്ല. ജനറൽ പാരൻറ്റിങ് അല്ലെങ്കിൽ ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് പറയുന്നൊരു സമ്പ്രദായം പണ്ടത്തെ കാലഘട്ടത്തിലില്ല. പണ്ടത്തെ കാലഘട്ടത്തിലെ പാരൻറ്റിൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചട്ടകം, നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോയിൽ, അതേപോലെ ചൂല്, ഇതൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇന്നത്തെ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും നോ പറയേണ്ടടുത്ത് നോ പറയുന്നില്ല, ഈ ഞാൻ ഉൾപ്പെടെ. കാരണം കുട്ടികൾക്കത് ഹേർട്ടായാലോ എന്നൊരു ചിന്താഗതി. പക്ഷെ അന്നത്തെ കാലഘട്ടത്തെ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നോ എന്ന് പോയിട്ട് നോ എന്നായിരിക്കും ആദ്യം അവരുടെ വായിൽ നിന്ന് വീഴുന്നൊരു ഇത്. പിന്നെയാണ് അവർ ഓക്കെ അത് നമ്മൾ പറയുമ്പം ആവശ്യമുണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നത്. കഥാകാരിയുടെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു. ഒരുപാട് സഹോദരങ്ങളും ഉപ്പയും ഉമ്മയും ഉമ്മാമയും ഒക്കെ അടങ്ങുന്നൊരു വലിയ വീട്. അന്ന് കൂട്ടുകുടുംബ സമ്പ്രദായം തന്നെയാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ കഥാകാരിയെ പേഴ്സണലായി അറിയുന്നത് കൊണ്ട് ഞാൻ പറയണം, വളരെ ബോൾഡായ ഒരു സ്ത്രീയാണ് ജെസ്സി. ആ ഒരു ബോൾഡ്നെസ് ഒരു പക്ഷേ ജെസ്സിക്ക് കിട്ടിയിട്ടുള്ളത് അവളുടെ ബാപ്പയിൽ നിന്നാവാം. വളരെ പാവമായ ഒരു ഉമ്മയായിരുന്നു ജെസ്സിയുടെ നിന്ന് കഥാകാരി ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ തൻ്റേതായ ബാപ്പയുടെ മകളായതുകൊണ്ടായിരിക്കാം ഇന്നും തൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻ്റായി തീരുമാനമെടുക്കാനും അതിൽ മുന്നോട്ട് നിൽക്കാനും ഉറച്ചു നിൽക്കാനും, അവൾ മാത്രമല്ല അവളെ മകളെയും അതേ രീതിയിൽ പഠിപ്പിക്കാനും ജെസ്സിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊരു ചെറിയ ഭാഗമുണ്ട്. കുട്ടിക്കാലത്ത് മറ്റൊരു ഓർമ്മയാണ് ഉപ്പാക്ക് വേണ്ടി സിഗരറ്റ് വാങ്ങാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കടയിൽ കയറി ഒരു പെൺകുട്ടി സിഗരറ്റ് വാങ്ങിയാൽ അവളെ പിന്നെ എല്ലാവരും എന്തോ കുറ്റം ചെയ്യുന്നത് പോലെയാണ് നോക്കുന്നത്. ഈ ഒരു വരി വായിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുന്നത് അല്ലേ, നമ്മൾ അയൽവാസികൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും നമ്മൾ കൂട്ടമായിട്ടും സാധനങ്ങൾ വാങ്ങാൻ അങ്ങാടിയിലേക്കും കടകളിലേക്കും പോകും. സിഗരറ്റ് വാങ്ങാനായാൽ പോലും അന്നതാരും കുറ്റത്തോടെയോ അല്ലെ അന്നതാരും മറ്റൊരു കണ്ണോടെയും നോക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് ജെസ്സി പറഞ്ഞതുപോലെ ഇന്ന് കടയിൽ പോയി നമ്മളൊരു സിഗരറ്റോ അല്ലെ മറ്റ് വേറെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുമ്പോൾ ഇത് എന്തിനാണ് എന്നുള്ള ഒരു നോട്ടത്തോടെയാണ് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത്. രണ്ട് കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകളെ 2 വരിയിൽ വളരെ മനോഹരമായി കഥാകാരി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് കുടുംബങ്ങളുടെ ബന്ധങ്ങളും കുടുംബങ്ങളുടെ ആഴങ്ങളും കാണിക്കുന്ന കഥകളാണ്. ഇക്കാക്ക, അനിയത്തിക്കുട്ടി, ഇത്താത്ത, അങ്ങാടിയിൽ പോയി മസാല ദോശ കഴിച്ചതും ചന്തയിൽ പോയി അടികിട്ടിയതും, ഇതൊക്കെ ഒരു വളരെ രസകരമായി നമുക്ക് വായിച്ച് നമ്മുടെ മനസ്സിലൂടെ തിരിച്ച് അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ മറ്റൊരു കഥയാണ് നോമ്പോർമ്മകൾ. നോമ്പോർമ്മകളിൽ കഥാകാരി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉപ്പാൻ്റെ കൂടെ അത്താഴം കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുഭവം. അതിലെടുത്തു പറയേണ്ടത് ഉമ്മാൻ്റെ മാസ് കറികളും ചോറുമാണ്. ഈ 2 വരി വായിച്ചപ്പോൾ എൻ്റെ നോമ്പോർമ്മ എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച നോമ്പോർമ്മയല്ല, ഞാൻ എൻ്റെ കുട്ടികൾക്ക് സമ്മാനിച്ചിട്ടുള്ള നോമ്പോർമ്മയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഞങ്ങളുടെ അത്താഴവും ഇങ്ങനെ തന്നെയാണ്. ഒരു കറിയും ഒരു പൊരിച്ചതും ഉണ്ടെങ്കിൽ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഹാപ്പിയാണ്. പക്ഷെ ആ അത്താഴത്തിന് എണീക്കുന്നതും അത്താഴത്തിന് സ്വബഹി നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ സ്വബഹി നിസ്കരിക്കാൻ ഉപ്പാൻ്റെ കൈ പിടിച്ച് മക്കൾ പോകുന്നതും ഒക്കെ എൻ്റെ മക്കൾ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഓർമ്മിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഓർമ്മയാണ്. ഞങ്ങളുടെ നോമ്പ് വളരെ മനോഹരമാണെന്ന് അറിയാതെ ഓർത്തുപോയ ഒരു വരികൾ കൂടിയായിരുന്നു ഇത്. ഇതിൽ രസകരം എന്താണെന്ന് വെച്ചാൽ ഇതിൽ
ഭൂരിപക്ഷ കഥകളും ചിരിക്കാനും ചിന്തിക്കാനും ബസ്സിൽ കയറി ബസ് മാറിപ്പോയ കഥകൾ വരെയുണ്ട്. അതേപോലെ അതിൽ ഏറ്റവും രസകരമായ ഒരു കഥയാണ് ഉമ്മാമയുടെ KFC. നമ്മൾ ആലോചിക്കും, ഉമ്മാമയും KFCയോ, ഇതെന്ത് ബന്ധം അല്ലേ? ശരിക്കും ഞാൻ ആ കഥയുടെ തലക്കെട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഉമ്മാമയും KFCയും. കാരണം KFC നാട്ടിൽ വളരെ പ്രചാരണം തുടങ്ങിയിട്ട് കുറച്ച് കാലഘട്ടമേ ആയിട്ടുള്ളൂ. ഇന്നത്തെ ഒരു ജനറേഷൻ ഉമ്മാമകൾക്ക് അറിയായിരിക്കും. പക്ഷേ ശരിയാണ്, ജെസ്സിയുടെ ഉമ്മാമയെ ഇന്നത്തെ ജനറേഷനിലേക്ക് പോർട്രേറ്റ് ചെയ്തപ്പോഴാണ് KFC ഉമ്മാമയും തമ്മിലുള്ള മനോഹരമായ ഒരു കഥ ഉടലെടുക്കുന്നത്. ആ കഥ ഞാൻ പറയുന്നതിലും നിങ്ങൾ ഈ പുസ്തകം കയ്യിൽ കെട്ടി വായിച്ചാൽ മതി. അതിൻ്റെ കഥയുടെ ഉള്ളടക്കം ഇതാണ്. ഒരിക്കലും ചിക്കൻ തൊട്ടിട്ടില്ലാത്ത ഉമ്മാമയെ കൊണ്ട് KFC കഴിപ്പിച്ച കഥയാണ് അതിൻ്റെ ഉള്ളടക്കം. പിന്നീട് ഇതിൽ കോളേജിലെ അനുഭവങ്ങൾ, അതേപോലെ കോളേജിൽ തനിക്ക് വഴങ്ങില്ലെന്ന് മനസ്സിലാക്കിയ ഒരു വിഷയം, തനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ഗുരുനാഥനോട് തനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് കഥാകാരി. മാത്സ് ആയിരുന്നു കഥാകാരിയുടെ വിഷയം. ഇങ്ങനെ പല ഓർമ്മകളിലൂടെയും കടന്നു പോകുമ്പോൾ ഓർമ്മ നമുക്ക് തരുന്ന ഒരു മനോഹരമായ അനുഭൂതിയുണ്ട്. നമ്മളൊരു പക്ഷേ ചിരിച്ച് തള്ളിയേക്കാം. പക്ഷേ ഓർമ്മകൾ എന്ന് പറയുന്നത് വെറും പച്ചപ്പ് മാത്രമല്ല. ചില സമയത്തത് വേദനയാണ്, ചില സമയത്തത് കുറ്റബോധമാണ്. അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ കഥ പറയുന്നുണ്ട് ഇതിൽ. വളരെ നിഷ്കളങ്കമായ ഒരു ബാല്യകാലമാണ് കഥാകാരിയുടേത്. അതേപോലെ തന്നെ സത്യസന്ധതയ്ക്ക് വളരെ മനോഹരമായി സത്യസന്ധതയ്ക്ക് അത്രമേൽ മുറുകെ പിടിച്ച് ജീവിച്ചൊരു കുട്ടിക്കാലമായിരിക്കണം കഥാകാരിയുടെ. കാരണം എക്സാം ഹാളിൽ കോപ്പിയടിച്ചതിൻ്റെ പേരിൽ ഒരു കൂട്ടുകാരിയെ ഒറ്റിക്കൊടുത്ത് പിന്നീട് പഠിത്തം നിർത്തിപ്പോയ ഒരു കൂട്ടുകാരിയുടെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥ പറയുന്നുണ്ട് ഇതിൽ. ഇന്നും ജെസ്സിയെ പേഴ്സണലി അറിയുന്നത് കൊണ്ട് പറയാം, ഇന്നും അവൾ പറയാറുണ്ട്, ആ കൂട്ടുകാരിയെ എനിക്ക് തിരിച്ച് കിട്ടുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവളെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് അവളോട് ക്ഷമ ചോദിക്കണം. ആ കഥ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നെന്ന്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എല്ലാവരും വളരെ മനോഹരമായി, അല്ലെങ്കിൽ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതുന്ന ഒരു എക്സാം ഹാളിൽ ഒരു കുട്ടി മാത്രം കോപ്പി അടിക്കുമ്പോൾ അത് കഥാകാരി കാണാനിടയാവുകയും അതിൻ്റെ പേരിലുണ്ടാകുന്ന സംഭവങ്ങളുമാണ് പിന്നീട് ആ കഥ. അതുപോലെ എനിക്ക് ഈ പുസ്തകത്തിൽ, ഞാൻ ഒരുപാട് വായിച്ച് ചിരിച്ച ഒരുപാട് കഥകളുണ്ടെങ്കിലും എന്നെ ഈ പുസ്തകത്തിലേക്ക് മറക്കാനാവാതെ പിടിച്ചു വലിച്ച കഥയാണ് പൂർണിമയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാതാപിതാ ഗുരുദൈവം. എല്ലാവർക്കും മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്ന ഈ 4 വാക്കുകൾ വളരെ മനോഹരമായി തീരണമെന്നില്ല, അല്ലെങ്കിൽ സന്തോഷകരമായി തീരണമെന്നില്ല. കഥയുടെ ആദ്യ ആരംഭത്തിൽ പറയുന്നത് പോലെ മാതാപിതാക്കൾ സന്തോഷമുള്ള കുടുംബം എല്ലാവർക്കും കിട്ടണമെന്നില്ല. മാതാപിതാക്കൾ കാരണം ജീവിതം മടുത്തുപോയ കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കഥയാണ് പൂർണിമയുടേത്. എന്നും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമായിരുന്നു പൂർണിമയെക്കുറിച്ച് കഥാകാരിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തേണ്ട ഒരു കുട്ടിയായിരുന്നു പൂർണിമ. വളരെ പഠിക്കാൻ മിടുക്കിയായൊരു കുട്ടി. പക്ഷേ വീട്ടിലെ പ്രശ്നങ്ങൾ, അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കുകൾ, ഇതൊക്കെ തലയുടെ ഉച്ചസ്ഥാനത്തിൽ കയറി പിടിപെട്ട് പഠിക്കാൻ പോലും കഴിയാതെ രാത്രിയുടെ മറവിൽ കരഞ്ഞ് തളർന്നുറങ്ങുന്ന ഒരു പെൺകുട്ടിയാണ് പൂർണിമ. നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ എവിടെയൊക്കെയോ നൊമ്പരത്തിൻ്റെ ഒരു കണിക നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഇങ്ങനെ കഥകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കഥയിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ഉടനീളം കഥാകാരി തൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. ഈ കഥ അവസാനിക്കുമ്പോൾ പുസ്തകത്തെ ഓർമ്മപ്പെടുത്താൻ, അല്ലെങ്കിൽ പുസ്തകം എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കാൻ ഒരു അടയാളപ്പെടുത്താവണം എന്ന് കരുതിയിട്ടായിരിക്കണം ഇതിൻ്റെ അവസാന കഥ, എൻ്റെ മാലാഖയോട്. ഈ വാക്ക് തന്നെ എത്ര ഹൃദയസ്പർശമാണല്ലേ, എൻ്റെ മാലാഖയോട്. ജെസ്സി തൻ്റെ മകൾക്ക് വേണ്ടി എഴുതിയൊരു കഥയാണിത്. ഹൃദയെ അവൾ എത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നും ഹൃദ അവളുടെ ജീവൻ്റെ ഒരു അംശമാണെന്നും ജെസ്സിയെ കൂടുതൽ അറിയുന്നവർക്കറിയാം. ഈ കഥയിൽ ജെസ്സി മകൾക്ക് കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ ഉപദേശം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഉപദേശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരിത്തിരി വരികൾ നമുക്കതിലൂടെ കടന്നു പോകാം. നിന്റെ ജീവിതത്തിൽ സന്തോഷം മറ്റൊരാൾ തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഡോണ്ട് ഗീവ് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ടു അതേഴ്സ് ഹാൻഡ്. അതെ, നീ നിന്നിലൂടെ തന്നെ കണ്ടെത്തണം. സന്തോഷം നീ നിന്നിലൂടെ കണ്ടെത്തണം. നിനക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നീ തന്നെ സന്തോഷിക്കണം. മറ്റൊരാൾ എൻ്റെ സന്തോഷം കൊണ്ടുതരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. മറ്റൊരാൾ തരുന്നൊരു സന്തോഷം ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഫലം.
നിന്റെ സന്തോഷം നിർവചിക്കാൻ നീ ഉറ്റ സുഹൃത്തിനെയോ മറ്റാരെങ്കിലും നോക്കരുത്. മറ്റുള്ള ആളുകൾക്ക് നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. നിന്റെ യഥാർത്ഥ സൗന്ദര്യം നിന്റെ ഉള്ളിലാണ്. അത് നിന്റെ സ്വഭാവത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും സൗന്ദര്യത്തിലാണ്. എത്ര രസമായിട്ടാണ് ഒരു ഉമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അടുത്തത്, ചില സൗഹൃദങ്ങൾ എന്നേക്കുമായി നിലക്കണമെന്നില്ല. ഏറ്റവും മികച്ചത് പോലും പൂർണ്ണമായും മങ്ങിപ്പോകും. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കരുത്. ഈ 2 വരി വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ സൗഹൃദത്തെ വളരെ ഗാഢമായി തന്നെ എനിക്ക് ഓർമ്മ വന്നു. കാരണം എനിക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സൗഹൃദമുണ്ട്. ഇന്നും പല ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റയിലും ഞാൻ അവളെ തിരയാറുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ദുനിയാവിൻ്റെ ഏതെങ്കിലും കോണിൽ അവളുണ്ടാവും, ഞങ്ങളെ തേടുന്നുണ്ടാവും. പക്ഷേ ഒരു പക്ഷേ എത്തിപ്പിടിക്കാൻ പറ്റുമായിരിക്കും. എന്തുകൊണ്ടോന്നറിയില്ല. അവൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെ അവളുടെ പേര് മാറിയിട്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്നും അവളെ നമ്മൾക്ക് തിരിഞ്ഞു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു മനോഹരമായ ഒരു വാക്കുകളാണ്, ഒരു കാരണമില്ലെങ്കിലും നീ ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനം നൽകുക. ജീവിതത്തിൻ്റെ വളരെ പ്രധാനമായ മൂല്യം എത്ര ആഴത്തിലാണ് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അത് അവരെ നീ എത്രമാത്രം വിലമതിക്കുന്നുണ്ടെന്ന് കാണിക്കാനുള്ള ലളിതമായൊരു സമ്മാനമാണ്. ഇതിൻ്റെ ബാക്കി വരി പറയുന്നത് അതേത് സമ്മാനമാണ് നീ കൊടുക്കേണ്ടത് എന്നും കൂടി പറയുന്നുണ്ട്. വിലമതിക്കാൻ പറ്റാത്തൊരു സമ്മാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സമയം തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന സമയം, നമ്മൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയം, അയാൾ പറയുന്നതിരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ശരി, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ നിനക്കെന്താ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഓക്കെ പോകാം. അത് ചിലപ്പോൾ ഒരു സമൂസയും ചായയും കുടിക്കാനായിരിക്കും, പക്ഷേ ആ സമൂസയും ചായയിലൂടെ നമ്മൾ പങ്കുവെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. ഒരു പക്ഷേ ആ ചായ കൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കതൊക്കെ മറന്നു പോയേക്കാം അല്ലേ. സ്നേഹം അത് പ്രകടമായി തന്നെ കൊടുക്കണം അല്ലേ. സ്നേഹം ഒരിക്കലും അത്തറിൻ്റെ കുപ്പി പോലെ നമ്മൾ ഷെൽഫിൽ വെച്ചിട്ട് എനിക്ക് സ്നേഹമുണ്ട്, അല്ലെ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അയാൾക്ക് വേണ്ടിയല്ല എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നാളെ അയാൾ മരിച്ചു പോയാലോ, അല്ലെങ്കിൽ നാളെ അയാൾ നമ്മളെ വിട്ട് അകന്നു പോയാലോ എന്ത് കാര്യമുണ്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അല്ലേ. പിന്നെ ഇന്നത്തെ പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷനിൽ വളരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു താങ്ങായിട്ടൊരു വരികളുണ്ട് ഇതിൽ. ജീവിതം ചിലപ്പോൾ നിന്നെ നിരാശപ്പെടുത്തിയേക്കാം, ജീവിതത്തിൽ നീ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ആ നിരാശയിൽ ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല. ആരും നിന്നെ കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഇല്ലെന്ന് ചിന്തിക്കേണ്ട. നിന്നെ കേൾക്കാൻ ഏത് സമയവും, അതിന് ഏത് പാതിരാത്രി ആയാലും ഞാനുണ്ട്. നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെടുത്തോളം നീ എനിക്കുള്ളതാണ്, നിനക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരാം. ഇത് വായിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഹൃദയ്ക്ക് ഉമ്മയും ഉമ്മക്ക് ഹൃദയവുമാണുള്ളത്. ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് നമ്മൾ അറിയാതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും. കാലത്തിൻ്റെ ഒരു ചക്രവാളം കടന്നു പോകുമ്പോൾ ഉമ്മയും ഹൃദയം ഇതുപോലെ സന്തോഷമായി എന്നും നിലനിൽക്കട്ടെ എന്ന് ഓർമ്മപ്പച്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓർമ്മപ്പച്ച നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ ഓരോ കഥകളും നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. ചെറിയ പുസ്തകമാണ്, പക്ഷേ നമുക്ക് വായനയെ തുടങ്ങാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് നമുക്ക് സമ്മാനിക്കാം. കാരണം ഇതിൻ്റെ അവസാന അധ്യായം ഒരു മാതാവ് തൻ്റെ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അത് എല്ലാ മാതാവും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ സമയത്തിൻ്റെയോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെയോ നഷ്ടം കാരണം പറയാൻ പറ്റാതെ പോയതായിരിക്കും. അതുകൊണ്ട് ഓർമ്മപ്പച്ച എന്നും ഇത് പച്ചയുള്ള ഓർമ്മയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ പുസ്തകങ്ങളും പറയണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലെ എൻ്റെ പുസ്തകവും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഈ ഒരു കഥ പറച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ കഥ പറച്ചിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിനോട് സ്തുതി. നിങ്ങൾ എൻ്റെ കഥ വായിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ കഥയുടെ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും, ശുഭദിനം. അപ്പോൾ ഓർമ്മപ്പച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മകൾ സൂക്ഷിക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ടല്ലേ. ഇന്ന് നമുക്ക് ഒരുപാട് ഓൺലൈൻ സൈറ്റിൽ ജേർണൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിളും ആണ്.
പക്ഷേ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഓർമ്മകളുടെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലും അതുണ്ട്, ഡയറി എഴുതുക എന്നുള്ളത് അല്ലേ. നമ്മൾ ഡയറി എഴുതുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ വായിച്ച പുസ്തകങ്ങളെ ഡയറിയിൽ കോട്ട് ചെയ്ത് വെക്കാൻ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലും രസകരമായ ഒരു സംഭവം ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് ചെയ്തതാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് എന്നിടം. ശരിക്കും ഇത് എന്നിടം തന്നെയാണ്. ഞാൻ ഏറ്റവും ഹാപ്പിനെസ് ഇൻ ദ ലിറ്റിൽ തിങ്സ് ഓഫ് ഈച്ച് മൊമെൻറ്റ്, ഞാൻ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് ഇതാണ്. ഇത് നമുക്ക് അത്ര ചിലവുള്ള അല്ലെങ്കിൽ പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ മീഷോന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സൈഡായ തെമ്മൂന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പം ഒരുപാട് പൈസയാവും. ഇതിന് അത്ര പൈസയൊന്നുമില്ല. പഴയ ഡയറീസിൻ്റെയോ അല്ലെങ്കിൽ പഴയ നല്ല ജേർണൽ ബുക്സ്, മക്കളൊക്കെ യൂസ് ചെയ്യുന്ന ബുക്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ബൈൻഡ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഞാൻ ഫസ്റ്റ് പേജ് പിൻട്രസ്റ്റിൽ നിന്ന്, കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത പേജ് പിൻട്രസ്റ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചതാണ്, എനിക്കിഷ്ടപ്പെട്ടിട്ട്. പിന്നെ അതിൽ നമുക്ക് വായിച്ച പുസ്തകങ്ങൾ, ഇത് കണ്ടോ, ഈ വായിച്ച പുസ്തകങ്ങൾ ഇതുപോലെ ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ പേരുകൾ ഇതുപോലെ ഞാൻ തന്നെ റോ ആൻഡ് കോളം വരച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഈ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഹൊററായിട്ടുള്ള അതിൻ്റെ മറ്റൊരു പേജ് എന്ന് പറയുന്നത് ദ ബുക്സ് ദാറ്റ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരുപാട് ടാഗ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ എവറിത്തിങ്, അതേപോലെ ലാഫ് അറ്റ് ലൗഡ്, അതേപോലെ ഫീൽ ലെസ് അലോൺ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. ക്വസ്റ്റ്യൻ എവറിത്തിങ്ങിൽ ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം നുജൂദ്, ഐ എം 10 ഡിവോഴ്സ്ഡ്. അതേപോലെ ഫീൽ ലെസ് അലോൺ എന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പുസ്തകമാണ് ബെസ്റ്റ് വൈഫ്. അതേപോലെ നമ്മൾ ഫീലി ഓപ്പൺ മൈൻഡഡ്, കരയൂ നിന്നെ കണ്ണുനീർ തഴുകും. അതേപോലെ ക്രൈ ലൈക്ക് എ ബേബി, ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി, ഖദീജ, ആടുജീവിതം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അതുപോലെ തിങ്ക് ഡീപ്ലി, യു ആർ ദ ബെസ്റ്റ് വൈഫ്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരുപാട് പേജസ് ഞാൻ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച പുസ്തകങ്ങൾ, അതിൻ്റെ ഇഷ്ടമുള്ള കോഡ്സ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, നമുക്ക് തന്നെ ഇഷ്ടമുള്ള പേജുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആരുടെയും ഒരു ഇതില്ല. സ്റ്റേഷനറി ഷോപ്പിൽ പോവുക, ഇതുപോലെ കുറേ പേജസ് പ്രിൻ്റ് എടുത്തിട്ട് പോവുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താലും മതി. ഇതുപോലെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കളർ പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റർ വീട്ടിലുള്ളവർക്ക് ചെയ്യാം. ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്റ്റേഷനറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്കിത് 3 ദിർഹംസ് എങ്ങാനായത്. ഇതുപോലെ ഇങ്ങനെ ബൈൻഡ് ചെയ്യും. ഇതെൻ്റെ 3ാമത്തെ ബുക്കാണ്, അതാണ് നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. ഒരു 3 ബുക്ക് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയൊരു ട്രിക്കാണ്. നമുക്ക് വായിച്ചത് ഇതുപോലെ ഓർമ്മ നിൽക്കാൻ പറ്റും. കാരണം ഇതുപോലെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ എഴുതിയതാണ് അനുരാഗലോല ഗാത്രി. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇതുപോലെ കുറിച്ചിടാം. ആ പ്രണയത്തെ ഞാൻ നെഞ്ചോട് ചേർത്തു, പൂർണ്ണമാവാത്ത പ്രണയത്തിൻ്റെ. ഈ വരി വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ അവനെ അന്വേഷിച്ച് പോകുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൂടെ പോകും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ നമുക്ക് എന്നും ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.